ബോർ മോഡൽ ഓഫ് ആറ്റം. ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡലിനും റുദർഫോർഡിൻ്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റത്തിനും ശേഷം വന്ന ഒരാറ്റം മോഡലാണ് ബോർ മോഡൽ ഓഫ് ആറ്റം. നമുക്കറിയാം, നമ്മൾ സാധാരണയായിട്ട് ആറ്റത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആറ്റം മോഡലാണ് ബോർ മോഡൽ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഉപയോഗിക്കുന്ന മോഡൽ. എങ്കിലും ഈ ബോറിൻ്റെ ആറ്റം മോഡൽ, ബോർ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ പോസ്റ്റുലേറ്റ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പോസ്റ്റുലേറ്റ്: an atom consists of a small, heavy, positively charged nucleus at the center and the electron revolves around the nucleus in a certain fixed circular path is called orbit, shell or energy level. ഫസ്റ്റ് പോസ്റ്റുലേറ്റ്: ആറ്റത്തിനകത്ത് സെൻറ്ററിൽ സ്മോൾ ആയിട്ട് ഹെവി ആയിട്ട് പോസിറ്റീവ് ചാർജുള്ള ഒരു ന്യൂക്ലിയസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക സർക്കുലാർ പാത്തിലൂടെയാണ്. ആ പാത്തിനെ ഓർബിറ്റ് എന്നോ ഷെല്ലെന്നോ അല്ലെങ്കിൽ എനർജി ലെവൽ എന്നോ പറയും. ഈ ഷെല്ലുകളെ അല്ലെങ്കിൽ ഓർബിറ്റിനെ എനർജി ലെവൽ എന്ന് പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓരോ ഷെല്ലുകൾക്കും ഓരോ പ്രത്യേക എനർജിയാണ് ഉണ്ടായിരിക്കുക. ആ പ്രത്യേക എനർജിയുള്ള ഷെല്ലിലൂടെ ഓർബിറ്റിലൂടെ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണുകൾക്കും ഒരു പ്രത്യേക എനർജിയാണ് ഉണ്ടായിരിക്കുക. ആ ഷെല്ലിന് സ്യൂട്ടബിളായിട്ടുള്ള, ആ ഷെല്ലിന് യോജിച്ച ഒരു എനർജി ആയിരിക്കും അതിലൂടെ ചുറ്റുന്ന ഇലക്ട്രോണിനും ഉണ്ടാവേണ്ടത്. ഇനി നമ്മൾക്ക് പഠിച്ചിട്ടുണ്ട് KLMN ഷെൽസ്. ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്ത ഷെല്ലാണ് K ഷെല്ല്. ആ ഷെല്ലിനായിരിക്കും ഏറ്റവും കുറഞ്ഞ എനർജി. ന്യൂക്ലിയസിൻ്റെ അടുത്താണ് ഏറ്റവും കുറഞ്ഞ എനർജിയുള്ള ഷെല്ലുണ്ടാവുക. ന്യൂക്ലിയസിൽ നിന്നും ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ എനർജി കൂടിക്കൂടി വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കണ്ടതാണ് ബോർസ് ആറ്റം മോഡൽ. ഇപ്പം നമ്മൾ പറഞ്ഞത് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നൊരു മോഡലാണ്. അപ്പോൾ രണ്ട് പോയിൻ്റാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റുലേറ്റ് 1: ആറ്റത്തിനകത്ത് സ്മോൾ ആയിട്ട് ഹെവി ആയിട്ട് പോസിറ്റീവ് ചാർജ് ഒരു സെൻറ്റർ ഉണ്ട്. ആ സെൻറ്ററിന് ന്യൂക്ലിയസ് എന്ന് പറയും. ന്യൂക്ലിയസ് ഇവിടെ കാണാം നമുക്ക്. ഇനി ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ഒരു സർക്കുലാർ പാത്തിലൂടെ, ഒരു പ്രത്യേക പാത്തിലൂടെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റിവോൾവ് ചെയ്യുന്ന ഓരോ പാത്തിനെയും നമ്മൾ ഓർബിറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഷെൽ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എനർജി ലെവൽ എന്ന് പറയാം. ഇപ്പം ന്യൂക്ലിയസിന് തൊട്ടുള്ള ഫസ്റ്റ് ഷെല്ല്, ഈ ഷെല്ല് K ഷെല്ല് എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ ഷെല്ലിന് എല്ലാണ് റെപ്രസെൻ്റ് ചെയ്യുക. K ഷെല്ലിന് ഒരു പ്രത്യേക എനർജി ആയിരിക്കും. അതിൽ റിവോൾവ് ചെയ്യുന്ന ഈ ഇലക്ട്രോണുകൾക്കും ഒരു പ്രത്യേക എനർജി ആയിരിക്കും. ഈ K ഷെല്ലിൻ്റെ എനർജിയേക്കാൾ കൂടുതലായിരിക്കും L ഷെല്ലിൻ്റെ എനർജി. അതുകൊണ്ട് L ഷെല്ലിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണുകൾക്ക് K ഷെല്ലിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എനർജിയേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഈ L ഷെല്ലിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണുകൾക്കായിരിക്കും K ഷെല്ലിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിനേക്കാളും എനർജി കൂടുതൽ. ഇതാണ് നമ്മളെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. നെക്സ്റ്റ്, സെക്കൻഡ് പോസ്റ്റുലേറ്റ്: as long as an electron remain in an orbit, it does not gain or lose energy. ഒരു ഇലക്ട്രോൺ ഒരു പർട്ടിക്കുലർ ഓർബിറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം ആ ഇലക്ട്രോണിന് എനർജി അബ്സോർബ് ചെയ്യുവാനോ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുവാനോ സാധ്യമല്ല. അല്ലെങ്കിൽ എന്താണ് പറയുക, ഒരു ഇലക്ട്രോണിന് ഒരു പർട്ടിക്കുലർ ഓർബിറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം എനർജി നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യാനോ കഴിയില്ല, ഗെയിൻ ചെയ്യാനോ കഴിയില്ല. അപ്പോൾ നമുക്കറിയാം, എനർജി ലോസ് ആകണമെങ്കിൽ എന്ത് ചെയ്യണം? എനർജി ഒഴിവാക്കണം. അല്ലെങ്കിൽ എനർജി കൂട്ടണമെങ്കിലോ എനർജി അബ്സോർബ് ചെയ്യണം.
ഇത് രണ്ടും ചെയ്യാൻ പാടില്ല. എവിടെ? ഒരു ഇലക്ട്രോൺ ഒരു പർട്ടിക്കുലർ ഓർബിറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം. തേർഡ്, only those orbits are permitted in which the angular momentum of electron is a whole number multiple of h by 2 pi. നമുക്കറിയാം ആംഗുലാർ മൊമെൻറ്റം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് MVR, മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു റേഡിയസ്. സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ബോഡിക്ക്, ഒരു പാർട്ടിക്കിളിനുണ്ടാകുന്ന മൊമെൻറ്റത്തെയാണ് എന്ത് പറയുന്നത്? ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് h by 2 pi ആണ്. ആംഗുലാർ മൊമെൻറ്റം MVR ഈസ് ഈക്വൽ ടു h by 2 pi. MVR ഈസ് ഈക്വൽ ടു h by 2 pi ആണ്. ഇവിടെ ബോർ പറയുന്നത് ഒരു ഓർബിറ്റ്, ഇപ്പോൾ K എന്ന് പറയുന്ന ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല് ഒരു പർട്ടിക്കുലർ ആംഗുലാർ മൊമെൻറ്റം മാത്രമേ ഒരു ഇലക്ട്രോണിന് പെർമിറ്റ് ചെയ്യുകയുള്ളൂ, അനുവദിക്കുകയുള്ളൂ. ഇപ്പോൾ K ഷെല്ലിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിന് ഒരു പ്രത്യേക ആംഗുലാർ മൊമെൻറ്റം മാത്രമേ അനുവദിക്കുകയുള്ളൂ. എന്നാൽ L ഷെല്ലിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിന് അപ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ റേഡിയസ്, MVR, മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു റേഡിയസ്. റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് L ഷെല്ലിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിന് മറ്റൊരു ആംഗുലാർ മൊമെൻറ്റം ആയിരിക്കും. M ഷെല്ലിലാണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം വീണ്ടും മാറും. N ഷെല്ലിലാണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം മാറും. ഇങ്ങനെ ആംഗുലാർ മൊമെൻറ്റം മാറുന്നത് h by 2 പൈയുടെ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും. നമുക്കറിയാം, നമ്മൾ KLMN ഷെൽസ് പഠിച്ചപ്പോൾ ഈ ഷെല്ലിന് ഓരോ ഷെല്ലിനെയും N എന്ന് റെപ്രസെൻ്റ് ചെയ്യും. എന്നിൻ്റെ വാല്യൂസ് 1, 2, 3 എക്സെട്ര എന്നാണ്. N ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് K ഷെല്ലാണ്, 2 എന്ന് പറയുന്നത് L ഷെല്ലാണ്, 3 എന്ന് പറയുന്നത് M ഷെല്ലാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആംഗുലാർ മൊമെൻറ്റം ഓരോ ഓർബിറ്റിനും കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഒരു ഇന്നിട്ട് കൊടുക്കുക. N 1 ആണെങ്കിൽ എന്താണ്? h by 2 pi. 2 ആണെങ്കിലോ 2h by 2 pi. 3 ആണെങ്കിൽ 3h by 2 pi. അതായത് MVR എന്ന് പറയുന്നത് N വാല്യൂയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഹോൾ നമ്പർ മൾട്ടിപ്പിൾസ് ഓഫ് h by 2 pi ആണ്. ഫ്രാക്ഷൻസ് അലൗഡ് അല്ല. എപ്പോഴും പൂർണ്ണമായിട്ടുള്ള h by 2 piൻ്റെ വാല്യൂസ് ആയിരിക്കും ആംഗുലാർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോണിന് ഉണ്ടായിരിക്കുക. അപ്പോൾ എന്താണ് തേർഡ് പോസ്റ്റ്ലേറ്റ്സ് പറഞ്ഞത്? ഓൺലി ദോസ് ഓർബിറ്റ്സ് വിച്ച് പെർമിറ്റഡ് in which an angular momentum of an electron is a whole number multiple of h by 2 pi. h by 2 പൈയുടെ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ആംഗുലാർ മൊമെൻറ്റം മാത്രമേ ഒരു ഇലക്ട്രോണിന് പെർമിറ്റ് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ്, എനർജി ഈസ് എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് ബൈ an electron only when an electron moves from one orbit to another. ഒരു ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന് എനർജി അബ്സോർബ് ചെയ്യുവാനോ അല്ലെങ്കിൽ എനർജി എമിറ്റ് ചെയ്യുവാനോ സാധിക്കുന്നത്, അതായത് എനർജി ഒഴിവാക്കാൻ അല്ലെ എനർജി സ്വീകരിക്കാൻ സാധിക്കുന്നത് ഒരു ഇലക്ട്രോൺ ഒരു ഷെല്ലിൽ നിന്നും മറ്റൊരു ഷെല്ലിലേക്ക് മൂവ് ചെയ്യുമ്പോൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്ത് പോസിബിളാണ്? ഒരു ഇലക്ട്രോണിന് മറ്റൊരു ഷെല്ലിലേക്ക്, മറ്റൊരു ഓർബിറ്റിലേക്ക് മൂവ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ അവയ്ക്ക് എനർജി അബ്സോർബ് ചെയ്യുവാനോ അല്ലെങ്കിൽ എനർജി എമിറ്റ് ചെയ്യുവാനോ പെർമിഷനുണ്ട്. എനർജി അബ്സോർബ്ഡ് വെൻ an electron jumps from lower energy orbit to higher energy orbit. നമുക്കറിയാം K ഷെല്ലാണിത്, L ഷെല്ലാണിത്. K ഷെല്ലിനേക്കാളും എനർജി കൂടുതലാണ് L ഷെല്ലിന്. K ഷെല്ലിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണിനേക്കാളും എനർജി കൂടുതലാണ് L ഷെല്ലിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണിന്. അതുകൊണ്ട് ഇവിടെ K ഷെല്ലിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിന് L ഷെല്ലിലേക്ക് ജമ്പ് ചെയ്യണമെങ്കിൽ, വേറെ സൈറ്റിലേക്ക് ജമ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? പുറത്ത് നിന്നും എനർജിയെ അബ്സോർബ് ചെയ്യേണ്ടി വരും. ഇനി നെക്സ്റ്റ്, L ഷെല്ലിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ഇലക്ട്രോണിന് K ഷെല്ലിലേക്കൊന്ന് വരണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഈ എനർജിയും കൊണ്ടൊക്കെ കൂടി ഇങ്ങോട്ട് വരാൻ കഴിയുമോ? കഴിയില്ല. ഇതിന് എക്സസ് ഉള്ള K ഷെല്ലിൽ എക്സിസ്റ്റ് ചെയ്യാവുന്ന എനർജിയേക്കാൾ കൂടുതലുള്ള എനർജി മുഴുവനും ഒഴിവാക്കിയിട്ട് പിന്നെ റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ L ഷെല്ലിൽ നിന്നും K ഷെല്ലിലേക്ക് ജമ്പ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ദെൻ
when an electron jumps from higher energy orbit to lower energy orbit, it must release energy. അതിനെന്ത് ചെയ്യേണ്ടി വരും? എനർജി റിലീസ് ചെയ്യേണ്ടി വരും. ഇത്രയാണ് ബോറിൻ്റെ പോസ്റ്റുലേറ്റ്സ്.